നമസ്കാരം. കാമുകന്റെ കുത്തേറ്റ് മരിച്ച തിരുവനന്തപുരം സ്വദേശിനി ആനിമോൾ ഗിൽഡയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഇന്നലെ രാത്രി 10:30 എയർ അറേബ്യ വിമാനത്തിലാണ് നാട്ടിലെത്തിച്ചത്. നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതി അബിൻലാലിനെ അബുദാബി എയർപോർട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. നിലവിൽ അബിൻലാൽ ദുബായ് പോലീസ് കസ്റ്റഡിയിലാണ്. യാബ് ലീഗൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരി, യാബ് ലീഗൽ സർവീസസ് റീപാട്രിയേഷൻ ടീം അംഗം നിഹാസ് ഹാഷിം, HR ഹെഡ് ലോയ് അബു അമ്ര, ഇൻകാസ് യൂത്ത് വിംഗ് ദുബായ് ചാപ്റ്റർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് നിയമ നടപടികൾ പൂർത്തീകരിച്ച് ആനിമോളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിച്ചത്. ദുബായ് കരാമയിൽ ഈ മാസം 4 വൈകിട്ട് 4 മണിക്കായിരുന്നു കൊലപാതകം. കരാമ മത്സ്യ മാർക്കറ്റിന് പിൻവശത്തെ കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ ഷെയറിംഗ് മുറിയിലായിരുന്നു ആനിമോൾ കൂട്ടുകാരോടൊപ്പം താമസിച്ചിരുന്നത്. അബുദാബിയിൽ നിന്ന് ആനിമോളെ കാണാൻ എല്ലാ ഞായറാഴ്ചയും അബിൻലാൽ ഇവിടെ വരാറുണ്ടായിരുന്നു. സംഭവ ദിവസം വൈകിട്ട് കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ച ശേഷം ഇരുവരും ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാവുകയും പെട്ടെന്ന് ആനിമോളെയും കൂട്ടി അബിൻലാൽ മുറിയിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ആനിമോളുടെ നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടിയപ്പോഴേക്കും അബിൻലാൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. കത്തിക്കുത്തേറ്റ് ചോര വാർന്ന് പിടയുന്ന ആനിമോളെയാണ് പിന്നീട് കൂട്ടുകാർ കണ്ടത്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും അബിൻലാലിന്റെ ഫോട്ടോ കൈമാറുകയുമായിരുന്നു. തുടർന്നായിരുന്നു പ്രതിയെ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പിന്നീട് പോലീസിനോട് കുറ്റം സമ്മതിച്ചു. അപ്പോഴും പ്രകോപന കാരണം എന്താണെന്ന് പ്രതി വ്യക്തമാക്കിയിട്ടില്ല. ആനിമോളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അബിൻലാൽ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു. അബിനും ആനിമോളും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടതും സൗഹൃദത്തിലായതും പിന്നീട് പ്രണയത്തിലായതും.